ചിഞ്ചസ് എഫ്എമ്മിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ആദ്യമായിട്ടാണ് വീഡിയോ കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. ഓക്കെ, ചെമ്പനീർ പൂവിൽ രേവതിയും സച്ചിയും കൂടെ അടി കൂടുകയാണ്. എന്നിട്ട് രേവതി വളരെ വിഷമത്തോടെ ചോദിക്കുന്നുണ്ട്, എനിക്ക് എന്ത് സ്ഥാനമാണ് ഇവിടെ ഉള്ളത്, ഞാനും നിങ്ങളും തമ്മിൽ എന്ത് ബന്ധമാണ് ഉള്ളത് എന്നൊക്കെ സച്ചിയോട് ചോദിക്കുകയാണ് രേവതി. എനിക്ക് ഒരു വിലയും ഇവിടെ ഇല്ല, എൻ്റെ അഭിപ്രായത്തിന് ഒരു വിലയില്ല. നിങ്ങളെപ്പോഴും പറയും അച്ഛന് വേണ്ടിയിട്ടാണ് എന്നെ കല്യാണം കഴിച്ചത് എന്ന് നിങ്ങൾ എപ്പോഴും പറയും. ഞാൻ ഇവിടെ വെറുതെ ഒരു അധികപ്പറ്റായി നിൽക്കുകയാണ്, എനിക്കിവിടെ ഒരു സ്ഥാനവും ഇല്ല എന്ന് പറയാണ്. അത് കേട്ട് സച്ചി പറയുന്നുണ്ട്, നിനക്ക് സ്ഥാനം ഇല്ലെങ്കിൽ നീ പൊയ്ക്കോ എന്നൊക്കെ പറയുന്നുണ്ട്. അപ്പം രേവതി പറയാം, നിങ്ങൾ എന്നെ നന്നായിട്ട് ആക്ഷേപിച്ചു, ഇനി തല്ലണമെങ്കിൽ തല്ലിക്കോ എന്നൊക്കെ പറയുന്നുണ്ട്. എന്നിട്ട് രേവതി തന്നെ പറയാണ്, ഞാൻ പോവാന്ന് പറഞ്ഞ് രേവതി പാക്ക് ചെയ്യുന്നുണ്ട് ബാഗൊക്കെ. അത് കണ്ടുകൊണ്ട് രവീന്ദ്രൻ അങ്ങോട്ടേക്ക് വരികയാണ്. അപ്പോൾ രവീന്ദ്രൻ പറയാം, മോളെ രേവതി, നീ അബദ്ധം ഒന്നും കാണിക്കരുത്, ആദ്യം ഒന്ന് ആലോചിക്ക്, എന്നിട്ട് തീരുമാനമെടുക്കുക, നീ പോവരുത് എന്ന് നമ്മുടെ രവീന്ദ്രൻ രേവതിയോട് പറയുന്നുണ്ട്. അപ്പം രേവതി പറയാണ്, ഇല്ല അച്ഛൻ, എനിക്കിവിടെ ഒരു സ്ഥാനവും ഇല്ല, ഞാൻ പോവാണ്, ഇയാൾക്ക് എന്നോട് ഒരു സ്നേഹവും ഇല്ല, അച്ഛൻ തന്നെ താഴെ കണ്ടതല്ലേ എന്നൊക്കെ പറയുന്നുണ്ട്. അപ്പോൾ രവീന്ദ്രൻ പറയുന്നുണ്ട്, ശരിയാണ് മോളെ, ഇവൻ ഒരിക്കലും അവരുടെ മുമ്പിൽ വെച്ച് നിന്നെ അങ്ങനെ ആക്ഷേപിക്കാൻ പാടില്ലായിരുന്നു, എനിക്കറിയാതെ, പക്ഷെ നീ എന്നെ ഓർത്തെങ്കിലും ഇവിടുന്ന് പോവാതിരിക്കുക, ഞാൻ നിന്നോട് മാപ്പ് പറയാം എന്നൊക്കെ രവീന്ദ്രൻ പറയുന്നുണ്ട്. അപ്പോൾ രേവതി അതൊന്നും കാര്യമാക്കാതെ പാക്ക് ചെയ്യാണ്. അത് കഴിഞ്ഞിട്ട് രവീന്ദ്രൻ രേവതിയെ മാറ്റി നിർത്തി സംസാരിക്കുന്നുണ്ട്. മോളെ നീ പോകരുത്, നീ ഒന്ന് ക്ഷമിക്ക് എന്നൊക്കെ പറയുന്നുണ്ട്. അപ്പം രവീന്ദ്രനോട് രേവതി കുറച്ച് രൂക്ഷമായി തന്നെ പറയാണ്, അച്ഛൻ, എല്ലാത്തിനും കാരണം അച്ഛനാണ്, ഞാൻ നല്ല സന്തോഷത്തോടെ എൻ്റെ വീട്ടിൽ ജീവിക്കുകയായിരുന്നു, അപ്പോൾ നല്ല ജീവിതം തരാം എന്നൊക്കെ പറഞ്ഞ് എൻ്റെ അടുത്തേക്ക് വന്നത് അച്ഛനാണ്, അച്ഛൻ കാരണമാണ് എൻ്റെ ജീവിതം എല്ലാം ഇങ്ങനെയായത് എന്ന് പറയുന്നുണ്ട്. ഇത് കേട്ടുകൊണ്ട് സച്ചി ദേഷ്യപ്പെടുക, നീ എന്താണ് എൻ്റെ അച്ഛനെ പറയുന്നത്, എൻ്റെ അച്ഛനെ നീ ഒരിക്കലും അങ്ങനെയൊന്നും പറയരുത് എന്ന് പറയുന്നുണ്ട് സച്ചി. അപ്പോൾ രവീന്ദ്രൻ പറയുന്നുണ്ട്, ആ സച്ചി, നീ ഒന്ന് അടങ്ങി നിൽക്കുക എന്ന് പറയുന്നുണ്ട്. എന്നിട്ട് പിന്നെയും രേവതി പറയാണ്, അച്ഛൻ കാരണമാണ് എൻ്റെ ജീവിതം ഇങ്ങനെയായത്, അച്ഛൻ ആദ്യം അച്ഛൻ്റെ മകന് വേണ്ടി 50 ലക്ഷത്തിന് വേണ്ടി എന്നെ വിറ്റു, ഇപ്പോൾ ഇയാൾക്ക് അച്ഛന് വേണ്ടി ഇയാൾക്ക് എന്നെ വിറ്റു എന്ന് രേവതി പറയുന്നുണ്ട്. അത് കേട്ടതും സച്ചിക്ക് ആകെ ദേഷ്യം വന്നു. എന്നിട്ട് സച്ചി രേവതിയെ അടിക്കാനായിട്ട് പോയി, നീ എന്താടി എൻ്റെ അച്ഛനോട് ശബ്ദം ഉയർത്തി പറയുന്നത്, നീ എന്തൊക്കെ എൻ്റെ അച്ഛനോട് പറയുന്നത് എന്നൊക്കെ ചോദിക്കുന്നുണ്ട്. അപ്പം രവീന്ദ്രൻ അതിനെ എതിർക്കുകയാണ്. എന്നിട്ട് നമ്മുടെ രേവതി പറയും, ഇല്ല അച്ഛൻ, ഒരിക്കലും എനിക്കിവിടെ നിൽക്കാൻ പറ്റുന്നില്ല, ഞാൻ പോവാണെന്ന് പറഞ്ഞാൽ ബാഗും പാക്ക് ചെയ്ത് രേവതി പോവാണ്. അത് കണ്ടു നിൽക്കുന്ന ചന്ദ്രമതിക്കും ശ്രുതിക്കുമൊക്കെ വളരെ സന്തോഷമാവുന്നുണ്ട്. എന്നിട്ട് അവർ ചിരിക്കുന്നൊക്കെ ഉണ്ട്. അങ്ങനെ രേവതി നേരെ പോയത് വീട്ടിലേക്കാണ്. എന്നിട്ട് നടന്ന കാര്യങ്ങളൊക്കെ അമ്മയോട്, ലക്ഷ്മിയോട് പറയുന്നുണ്ട്. അപ്പം അമ്മ പറയാ, മോളെ നീ ഒരിക്കലും ഇങ്ങനെ ചെയ്യാൻ പാടില്ല എന്നൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ രേവതിയുടെ അനിയനും കയറി വരുന്നുണ്ട്. അപ്പം ലക്ഷ്മി പറയാ, മോളെ രേവതി, നീ ഒരിക്കലും ഇങ്ങനെ ചെയ്യാൻ പാടില്ല, നിന്നെ അങ്ങോട്ടേക്കാണ് കല്യാണം കഴിച്ച് കൊണ്ടുപോയത്, അപ്പം നീ അവിടെയാണ് നിൻ്റെ ഇനി വീട്, നിനക്കിവിടെ ഒരു വീടില്ല എന്നും, നീ അച്ഛനോട് ഒരിക്കലും അങ്ങനെയൊന്നും സംസാരിക്കാൻ പാടില്ലായിരുന്നു എന്നും, അതായത് അച്ഛൻ നമ്മളെ നല്ലതിന് വേണ്ടിയിട്ടാണ്, രവീന്ദ്രൻ നമ്മുടെ നല്ലതിന് വേണ്ടിയിട്ടാണ് എല്ലാം ചെയ്തത്, നീ അദ്ദേഹത്തോട് പോയി മാപ്പ് പറഞ്ഞ് അവിടെ നീ താമസിക്കണം, സച്ചിയെ നീയാണ് നിൻ്റെ വരുതിയിലാക്കേണ്ടത്, നിൻ്റെ ഭർത്താവാണ് അവൻ, അപ്പോൾ അവനെ നീ പറഞ്ഞ് മനസ്സിലാക്കി നീ നിൻ്റെ വരുതിയിൽ വരുത്തണം, അല്ലാതെ നീ ഒരിക്കലും ഇങ്ങനെ കടന്നുകയറ്റം ചെയ്യരുത്, നീ ഇങ്ങോട്ടേക്ക് വരരുത്. പിന്നെ അപ്പം രേവതി പറയുന്നുണ്ട്, അമ്മയ്ക്ക് ഞാൻ ഇവിടെ നിൽക്കുന്നത് ഇഷ്ടമല്ലെങ്കിൽ ഞാൻ പൊയ്ക്കോളാം അമ്മേന്ന്. അപ്പം രേവതി പറയുന്നുണ്ട്, നീ പോവുകയാണെങ്കിൽ പോയിക്കോ, ഇത് നിൻ്റെ വീടല്ല, ഇനി നിൻ്റെ വീട് അവിടെയാണ്, സച്ചിയുടെ വീടാണ് നിൻ്റെ വീട്, നീ വാ, ഞാൻ നിന്നെ കൊണ്ടാക്കി തരാം എന്നൊക്കെ പറയുന്നുണ്ട്. എന്നിട്ട് അവിടെ പോയി രവീന്ദ്രനോട്, അതായത് അച്ഛനോട് മാപ്പ് ചോദിക്കുക. എന്നിട്ട് നീ അവിടെ തന്നെ നിൽക്കുക, നിൻ്റെ അച്ഛനും ഇങ്ങനെ തന്നെയായിരുന്നു ആദ്യമൊക്കെ, പിന്നെ ഞാനാണ് അച്ഛനെ മാറ്റിയെടുത്തത്, അതുകൊണ്ട് നീ ഒരിക്കലും ഇങ്ങനെ ചെയ്യരുത്, നീ സച്ചിൻ്റെ കൂടെ ജീവിക്കേണ്ടവളാണ്, അവരൊക്കെ നല്ല ആൾക്കാരാണെന്ന് ലക്ഷ്മി പറയുകയാണ്. അപ്പം നമ്മുടെ രേവതി വളരെ വിഷമത്തിൽ പറയും, ഇല്ല അമ്മേ, ഞാൻ ഒരിക്കലും അങ്ങോട്ടേക്ക് വരില്ല, അമ്മ വേണമെങ്കിൽ പോയിക്കോ എന്ന് പറയുന്നതാട്ടോ ഇന്നത്തെ ലാസ്റ്റ്. ഇനി മറ്റൊരു വീഡിയോ കാണുന്നവരെ ബൈ ബൈ.